ശബരിമലയിലെ തിരക്ക് നിയന്ത്രണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് 18ാം പടിയിലെ തിരക്ക് നിയന്ത്രണം. എന്തായാലും 4 ഡ്യൂട്ടി ഷിഫ്റ്റുകളായാണ് ഇപ്പോൾ പോലീസുകാരെ തിരിച്ചിരിക്കുന്നത്. 1590 പോലീസുകാരാണ് നിലവിൽ ഈ സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലുമായി ജോലി ചെയ്തു വരുന്നതെന്നുള്ളതാണ്. 18ാം പടിയിലെ തിരക്ക് നിയന്ത്രണമാണ് തിരക്ക് കൈകാര്യം ചെയ്യുന്നതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. മറ്റുള്ളിടത്ത് പോലീസ് 3 ടേണുകളായി ജോലി ചെയ്തു വരുമ്പോൾ 18ാം പടിയിൽ 4 ടേണുകളായിട്ടാണ് പോലീസ് ഡ്യൂട്ടി ചെയ്തു വരുന്നതെന്നുള്ളതാണ്. അത് ABCD എന്നിങ്ങനെ 4 ടേണുകളായിട്ട് ഒരേ സമയം 15 പോലീസുകാരാണ് 18ാം പടിയുടെ ഇരുവശത്തുമായി ഡ്യൂട്ടിയിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. 15 വീതം മിനിറ്റ് വെച്ച് ABCD കാർ ആകെ 60 പേരാണ് ഇവരുള്ളത്. മാറി മാറി വരും എന്നുള്ളതാണ്. 1 മണിക്കൂർ കഴിയുന്നതോടെ 60 പോലീസുകാരും മാറി അടുത്ത 60 പോലീസുകാർ വരും. അങ്ങനെ അത്തരത്തിലാണ് ഇപ്പോൾ നിലവിൽ ഈ തിരക്ക് നിയന്ത്രണം കാര്യക്ഷമമായി നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 1 മിനിറ്റിൽ ശരാശരി 80 പേരെ പടി കടത്താൻ കഴിയുന്നുണ്ടെങ്കിലും ഭിന്നശേഷിക്കാർ, അതേപോലെ തന്നെ പ്രായമുള്ളവർ, കുഞ്ഞു മാളികപ്പുറങ്ങൾ, മണികണ്ഠന്മാർ, അതേപോലെ തന്നെ പ്രായമുള്ളവർ, അസുഖബാധിതർ, അങ്ങനെയൊക്കെ ആളുകൾ വരുമ്പോൾ ഈ തിരക്ക് നിയന്ത്രണം കുറെ കൂടെ കാര്യക്ഷമമായി നടക്കാതെ വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. കാരണം 80 പേർ എന്നുള്ളൊരു കണക്ക് ആ സമയത്ത് കുറച്ചുകൂടി കുറയും. എന്തായാലും 1590 പോലീസുകാർ വിന്യസിച്ചിട്ടുള്ളതിൽ 60ഓളം പേരാണ് ഇപ്പോൾ 18ാം പടിയുടെ മാത്രം ചുമതലയിലുള്ളതെന്നുള്ളതാണ്. 18ാം പടി നമുക്കറിയാം കുത്തനെയുള്ള പടികളാണ്. അതുകൊണ്ട് തന്നെ ആളുകളെ വലിച്ചു കയറ്റാതെ പെട്ടെന്ന് കയറിപ്പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെയാണ് അത്രത്തോളം പോലീസുകാരെ വിന്യസിച്ചിരിക്കുകയും വളരെ വേഗത്തിൽ തന്നെ 18ാം പടി കയറ്റിക്കൊണ്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷവും കാര്യങ്ങളുമൊക്കെ നിലവിലുള്ളത്. എന്തായാലും സുപ്രധാനമാണ് 18ാം പടിയിലെ തിരക്ക് നിയന്ത്രണം. അതിൻ്റെ ഭാഗമായി നിലവിൽ നിരവധി പോലീസുകാരാണ് ഈ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അവർ വളരെ വേഗം തന്നെ ഭക്തരെ 18ാം പടി ചവിട്ടുന്ന കാര്യത്തിലൊക്കെ വളരെ വേഗത്തിൽ കാര്യങ്ങൾ നീങ്ങാനുള്ള സഹായവും ഒക്കെ ചെയ്തു കൊടുക്കുന്നുമുണ്ട് എന്നുള്ളതാണ്. എന്തായാലും പ്രായമുള്ളവർ, വയ്യാത്തവർ, കുട്ടികൾ, മണികണ്ഠന്മാർ, മാളികപ്പുറങ്ങളൊക്കെ വരുമ്പോൾ അവരെ വളരെ വേഗത്തിൽ തന്നെ എത്തിക്കുന്നതിന് പകരം സമയമെടുത്ത് തന്നെ പടി ചവിട്ടിച്ചുകൊണ്ട് സുഖദർശനം സാധ്യമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. എന്തായാലും തിരക്ക് നിയന്ത്രണത്തിലെ ഏറ്റവും സുപ്രധാനം 18ാം പടി തന്നെയാണ്. 18ാം പടിയിൽ കാര്യക്ഷമമായി തന്നെ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. വീഡിയോ ജേർണലിസ്റ്റ് സൂര്യ ജയസിനൊപ്പം റിപ്പോർട്ടർ ഗോകുൽനാഥ്, ഇൻ റിപ്പോർട്ടർ സന്നിധാനം.